അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് രാവിലത്തെ വിശേഷങ്ങളല്ലേ. അപ്പോൾ എന്നാൽ ഇനി ഉച്ചക്കുള്ള ലഞ്ച് പ്രിപ്പറേഷൻ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അത് ആ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെക്കുമ്പോഴേക്കും തിളച്ചോ എന്നാണോ എന്ന് വിചാരിക്കുന്നത്? അല്ല, അതിനിടയിൽ വേറെയും പണികൾ ഒരുപാട് നടക്കുന്നുണ്ട്. എന്തായാലും തീ കത്തുന്നു, കലം വെക്കുന്നു, വെള്ളം തിളക്കുന്നു, അരിയിടുന്നു, ചോറ് റെഡിയാവുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ എന്താണ് അറിയോ, മറ്റേതോ ഒരു സിനിമയിൽ മറ്റേ സുരാജ് പറയുമല്ലോ, വാഴ വെക്കുന്നു കൊല വെട്ടുന്നു എന്നറിയില്ലേ, അതുമാതിരിയാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. എന്തായാലും ബൈ ദ ബൈ അതവിടെ നിൽക്കട്ടെ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. ഇവിടെ നല്ലൊരു മീൻ വറ്റിച്ചലിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുക. അപ്പോഴേക്കും നമ്മൾ കൂർക്ക നന്നാക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും കൂർക്കട്ടോ, കൂർക്ക ഏതായാലും കഴിഞ്ഞിട്ടോ, ഇനി കൂർക്ക കിട്ടുമ്പോഴേ വീഡിയോ ഇടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു മീൻ വെള്ളത്തിൻ്റെ ഇതുണ്ടല്ലോ, പുളിവെള്ളം, അത് നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുത്തിട്ട് മീനും നന്നായിട്ട് വെന്ത് വറ്റി വരുന്ന സമയത്ത് പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ എൻ്റെ മോനെ വേറൊന്നും വേണ്ട, കൂട്ടാനേ അറിയില്ലേ. ആ ചോറുക്ക് ആ ചൂടോട് കൂടിയുള്ള മത്തി വറ്റിച്ചതും കൂർക്കപ്പേരിയൊക്കെ കൂട്ടിങ്ങാണ്ട് കുറച്ച് മീനിൻ്റെ പൊട്ടും കുറച്ച് കൂർക്കപ്പേരിയും ഒക്കെ ആ ചോറിനെ നടുക്കൊരു സിമെൻറ്റ് കൂട്ടാനൊക്കെ കുഴി കുത്തുമല്ലോ, അതുപോലെ അങ്ങോട്ട് കുഴി കുത്തിയത് ഇതുപോലെ അങ്ങോട്ട് കുഴച്ച് ഉരുട്ടി 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 ഇങ്ങോട്ട് എടുത്തിട്ട് വായ ഇങ്ങോട്ട് കാണിച്ച് ആന്ന് എൻ്റെ വായിക്കാണ് പോയത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ വായിക്കൊന്ന് കൊണ്ടു അടിപൊളി ടേസ്റ്റാണ്.